രാജ്യവ്യാപകമായി ഇൻഡിഗോ സർവീസുകൾ തകരാറിലാകുന്നു. 4 ദിവസത്തിനിടെ 1000-ലധികം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. യാത്രക്കാർ മണിക്കൂറുകളോളം വിമാനത്താവളങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥ. ഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയവിടങ്ങളിൽ 100 കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയത് യാത്രാ സംഘർഷം ഉയർത്തി. ഇതേ തുടർന്ന് ഇൻഡിഗോയുടെ ഓൺ ടൈം പെർഫോമൻസ് 20% തകർന്നു. പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് അഥവാ FDTL കൃത്യമായി പാലിക്കപ്പെടുന്നതിന് മതിയായ പൈലറ്റുകളും ക്രൂ അംഗങ്ങളും ഇല്ലാതെ പോയതാണ് ഇൻഡിഗോയുടെ പ്രതിസന്ധിക്ക് കാരണം. പുതിയ നിയമപ്രകാരം പൈലറ്റുകൾക്കും ക്രൂ അംഗങ്ങൾക്കുമുള്ള വിശ്രമ സമയം 36 നിന്ന് 48 മണിക്കൂറായി ഉയർത്തി. അർദ്ധരാത്രി 12 മുതൽ പുലർച്ചെ 6 വരെ ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടികളും നൈറ്റ് ഡ്യൂട്ടിയായി കണക്കാക്കും. ഈ സമയം പൈലറ്റുകൾ കൂടുതൽ ക്ഷീണിതരാകുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നതിനാലാണ് ഈ മാറ്റം. ഒരു പൈലറ്റിന് ആഴ്ചയിൽ നിരവധി നൈറ്റ് ലാൻഡിങ്ങുകൾ ചെയ്യാൻ അവസരം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പൈലറ്റിന് ഓരോ ആഴ്ചയും 2 നൈറ്റ് ലാൻഡിംഗ് മാത്രമായി ചെയ്യാനാവൂ. അധികം നൈറ്റ് ലാൻഡിംഗ് ചെയ്യുന്നത് പൈലറ്റിന്റെ ക്ഷീണം കൂട്ടുമെന്നതിനാലാണ് ഈ മാറ്റം. രാത്രിയിൽ ഒരു പൈലറ്റ് പരമാവധി 8 മണിക്കൂർ മാത്രം ജോലി ചെയ്യണമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. വാരാന്ത്യത്തിലെ എയർബസ് A320 സോഫ്റ്റ്വെയർ അഡ്വൈസറി കാരണം സർവീസുകൾ വൈകിയിരുന്നു. അവയിൽ പലതും അർദ്ധരാത്രി കടന്നതോടെ പൈലറ്റുകൾ FDTL പ്രകാരം നിർബന്ധിത വിശ്രമത്തിലേക്ക് കടക്കേണ്ടി വന്നു. പകരം പൈലറ്റുകൾ കൂടി ഇല്ലാതായപ്പോൾ റദ്ദാക്കലുകൾ പെട്ടെന്ന് വർദ്ധിക്കുകയായിരുന്നു. രാജ്യത്ത് ദിവസേന 2200-ലധികം സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോയ്ക്ക് ഈ തടസ്സം വലിയ തകരാറായി. നിലവിൽ പ്രശ്നപരിഹാരത്തിനായി DGCA ഇൻഡിഗോയ്ക്ക് റോസ്റ്ററിംഗ് ഇളവ് നൽകിയിരിക്കുകയാണ്. ഡ്യൂട്ടി ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ എയർലൈൻസിന് തൽക്കാലം കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ആഴ്ചയിലെ വിശ്രമത്തിനു പകരം ലീവ് ഉപയോഗിക്കരുതെന്ന നിയമവും DGCA താൽക്കാലികമായി എടുത്തുമാറ്റി. എന്നാൽ പ്രവർത്തനം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്താൻ അടുത്ത വർഷം ഫെബ്രുവരി 10 വരെ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇൻഡിഗോ. പക്ഷേ ഈ കാലയളവിൽ ഓരോ 15 ദിവസവും ഇൻഡിഗോ വിശദമായ പ്രോഗ്രസ് റിപ്പോർട്ട് DGCAക്ക് സമർപ്പിക്കണം.